നമ്മുടെ 10th പ്രിലിംസ് എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ 2024 PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാണ് ഉപകാരപ്പെടും. കാരണം എങ്ങനെയായാലും റിപ്പീറ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ 10th പ്രിലിംസ് ആയാലും നമ്മൾ LGS എക്സാമൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും ഒരു 30% ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലൊരു ഏകദേശം 250 ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് WC ബാനർജി അല്ലെ, WC ബാനർജി ആണ്. AO ഹ്യൂമാണ് INC സ്ഥാപിക്കുന്നത്. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്? AO ഹ്യൂം. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. രണ്ടാമത്തെ ചോദ്യം: സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഏതാണ്? സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഓപ്ഷൻ സി ആണ്, ധാക്കയിലാണ് അല്ലെ. ധാക്കയിലാണ്. 1906 മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം: 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ച വൈസ്രോയി ഓപ്ഷൻ എ ആണ്, കഴ്സൺ പ്രഭു അല്ലെ. വിഭജിക്കുന്ന സമയത്ത് ആരായിരുന്നു? കഴ്സൺ പ്രഭു ആണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന സമയത്ത് ആരാ? മിന്റോ സെക്കൻഡ് കേട്ടോ. മിന്റോ സെക്കൻഡ് ആണ്. നാലാമത്തെ ചോദ്യം: ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ആരാ? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് സെക്കൻഡ് കേട്ടോ. 3 കാര്യം പിടിച്ചേക്കണം അവിടെ. ബംഗാൾ വിഭജിച്ചത് 1905 വിഭജിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിഭജിച്ചത് ആരാന്ന് വെച്ചാൽ കഴ്സൺ പ്രഭു ആണ്. വിഭജനം നിലവിൽ വരുന്ന സമയത്ത് മിന്റോ സെക്കൻഡ് ആണ്. വിഭജനം റദ്ദ് ചെയ്തത്, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ചോദിച്ചാൽ ആരാ? ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. നാലാമത്തെ ചോദ്യം: തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ തീവ്ര ദേശീയതയുമായിട്ട് ബന്ധമുള്ള നേതാക്കൾ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകനുണ്ട്, അതേപോലെ ലാലാ ലജ്പതി റായു ആണ്. തീവ്രവാദി നേതാക്കൾ അല്ലെങ്കിൽ തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാ? ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പതി റായു. ദാദാഭായ് നവറോജിയും ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ എന്തായിരുന്നു? മിതവാദികളാട്ടോ. മിതവാദികളാണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി. ആറാമത്തെ ചോദ്യം: ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഓപ്ഷൻ എ ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നവംബർ 26-നാണ്. എട്ടാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളുണ്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ട്, പ്രസിഡൻഷ്യൽ സമ്പ്രദായം അല്ല ഇന്ത്യയിലുള്ളത് അല്ലേ. അപ്പം അത് തെറ്റാണ്. ഒൻപതാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് എഴുതപ്പെട്ട ഭരണഘടന? ഇന്ത്യയിൽ എഴുതപ്പെട്ട ഭരണഘടന അല്ലേ. അതേപോലെ അമേരിക്കയിലും എഴുതപ്പെട്ട ഭരണഘടനയല്ലേ. അമേരിക്കയിലും എഴുതപ്പെട്ട ഭരണഘടനയല്ലേ. എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം, എഴുതപ്പെട്ട ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യമാണ് ഇത്? അമേരിക്ക. അപ്പോൾ 1ഉം 4ഉമാണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ്. ബ്രിട്ടനിലും ഇസ്രായേലിലും എന്താണ്? അലിഖിത അലിഖിത ഭരണഘടനയാണ്. പത്താമത്തെ ചോദ്യം: തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് സ്ഥിരം ചോദ്യം, സ്ഥിരം ആൻസർ ഏതാ? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, ഇതൊക്കെ എന്താണ്? മൗലിക അവകാശങ്ങളാണ്. 11ാമത്തെ ചോദ്യം: പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? കേളപ്പനാണ്. 12ാമത്തെ ചോദ്യം: സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ്? സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 13ാമത്തെ ചോദ്യം: മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരുവാണ്.
14ാമത്തെ ചോദ്യം, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാ? ഓപ്ഷൻ ബി ആണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഇത് പ്രാചീന മലയാളം. 15ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങൾ ആകർഷയായിക്കൊണ്ട് INA-യിൽ ചേർന്ന മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന മലയാളിയാണ് ആര്? ഓപ്ഷൻ ബി ആണ് വക്കം അബ്ദുൽ ഖാദർ ആണ്. 16ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്താണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരായിരുന്നു എന്ത്? ഗഗൻയാൻ അല്ലെ? ഓപ്ഷൻ സി ഗഗൻയാൻ. 17 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് സ്പെയിൻ ആട്ടോ. വനിതാ ലോകകപ്പ് കിരീടം റീസെൻ്റ് ആയിട്ട് നടന്നൊരു എക്സാം ഉണ്ടായിരുന്നു. നമ്മുടെ LGS എക്സാമിൻ്റെ ഏറ്റവും 3 ഘട്ടമായിട്ടാണല്ലോ LGS നടന്നത്. ആ 3ാം ഘട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. മെൻസ്, അതായത് പുരുഷ ഫുട്ബോൾ കിരീടം 2022 നടന്ന പുരുഷ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ളതാണ്? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിച്ചു. രാജ്യം തന്നില്ല, വിജയിച്ചത് ആരാന്ന് തന്നില്ല, എന്ത് തന്നു? ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ്? നമുക്കറിയായിരുന്നു ആരായിരുന്നു വിജയിച്ചത്? അർജന്റീനയാണ്. അർജന്റീന ഏത് ഭൂഖണ്ഡത്തിലാ? ഏത് വൻകരയിലാ? തെക്കേ അമേരിക്ക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം ഇതും ഓർത്ത് നോക്കുക. സ്പെയിൻ എവിടെയാ? സ്പെയിൻ യൂറോപ്പ് ആട്ടോ. സ്പെയിൻ ഏത് വൻകരയിലാ? യൂറോപ്പിലാണ്. അപ്പോൾ 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിനാണ്. 2022 പുരുഷ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന. അർജന്റീന ഏത് വൻകരയിലാ? തെക്കേ അമേരിക്ക. സ്പെയിൻ ഏത് വൻകരയിലാ? യൂറോപ്പിലാണ്. 18ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാ? ഫോർവേഡ് ബ്ലോക്ക് അല്ലെ? ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക്. 19ാമത്തെ ചോദ്യം, മലബാർ കലാപം ഉണ്ടാകാനുള്ള പ്രധാന കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വില്യം ലോഗൻ കമ്മീഷൻ കേട്ടോ. വില്യം ലോഗൻ കമ്മീഷൻ. 20ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറി ആയിട്ട് നിയമിച്ച കേരളീയൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് VP മേനോൻ അല്ലെ? വാപ്പാല പങ്കുണ്ണി മേനോൻ. 21 ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയിലാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് പദ്ധതിയിലാണ്? ഓപ്ഷൻ എ ആണ് കാർഷിക മേഖലയാണ്. 22 ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു അല്ലെ? ജവഹർലാൽ നെഹ്റു ആണ്. 23ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ശക്തികാന്ത ദാസ് അല്ലെ? ഓപ്ഷൻ ഡി ശക്തികാന്ത ദാസ്. സോറി, ഇത് പിന്നെ നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പ്രകാരം RBIയുടെ ഗവർണർ മാറിയിട്ടുണ്ട് കേട്ടോ. സഞ്ജയ് മൽഹോത്ര ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസംബറിലാണ്, ഈ മാസം ഫസ്റ്റ് ആയിട്ട് സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് പഠിക്കേണ്ട. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്രയാണ്. ഇനി 24 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, അതിൻ്റെ ഇതിൽ ആൻസർ ഇല്ല. ആരാ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ദേശീയം വിജയഭാരതി സയാനി അല്ലേ? വിജയഭാരതി സയാനിയാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ RBI ഗവർണറാ സഞ്ജയ് മൽഹോത്ര, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാ? വിജയഭാരതി സയാനി. ഇനി 25ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ഓപ്ഷൻ ഡി ആണ് കാരക്കോറം അല്ലെ? കാരക്കോറം. 26 ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാ? ഓപ്ഷൻ ബി ആണ് ഉപദ്വീപീയ പീഠഭൂമിയാണ്. 27 ചുവടെ തന്നിരിക്കുന്നതിൽ കാവേരി നദിയുടെ പോഷക നദി ഏതാണ്? കാവേരി നദിയുടെ പോഷക നദി നമ്മുടെ വയനാടിലൂടെ ഒഴുകുന്ന ഏതാ? കബനി അല്ലെ? കബനി നദിയാണ്. 28ാമത്തെ ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? ഓപ്ഷൻ എ ആണ് റാഡ്ക്ലിഫ് രേഖയാണ്. 29 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത്. 30ാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? തെക്കേ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ബി ആണ് ആനമുടിയാണ്. 31 കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാ? വിഴിഞ്ഞമാണ്. 32 പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ആണ് ചാലക്കുടി പുഴയിലാണ്. 33ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാ? പാമ്പാടും ചോലയാണ്. 34 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാ? MP രാജേഷ് അല്ലേ? പിന്നെ AK ശശീന്ദ്രൻ ഏതാ? AK ശശീന്ദ്രൻ
നമ്മുടെ വനം വകുപ്പ് മന്ത്രിയാണ് ആര്? AK ശശീന്ദ്രൻ. GR അനിൽ ഏതാ? സിവിൽ സപ്ലൈസ് ആണ്. ബാലഗോപാൽ നിലവിൽ പിന്നെ ഏതാ? ധനവകുപ്പ് അല്ലെ, ധനവകുപ്പ് മന്ത്രിയാണ് ആര്? KN ബാലഗോപാൽ. 35 കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട കായൽ. 36 കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് ഏത്? ഓപ്ഷൻ A ആണ്, മംഗലവനമാണ്. 37 കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. 38 ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം, ഇന്ത്യയിലെ വിമാനത്താവളം ഏതാ? ഓപ്ഷൻ C ആണ്, നെടുമ്പാശ്ശേരി. 39 കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്ത പഞ്ചായത്ത് ഏതാ? വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ്. 40ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ D ആണ്, നമ്മുടെ കേരളമാണ്. 41ാമത്തെ ചോദ്യം, 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി ആരുടേതാണ്? 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ A ആണ്, ശ്രീകുമാരൻ തമ്പിയാണ്. 42 ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ഏതാണ്? ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ഏതാ? ഓപ്ഷൻ D ആണ്, 2023 ജൂലൈ 14 43 മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഏതാ? ഓപ്ഷൻ A ആണ്, കുടുംബശ്രീ ആണ്. 44 യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാ? ഓപ്ഷൻ B കോഴിക്കോട്. 45ാമത്തെ ചോദ്യം, അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ C ആണ്, ഗുജറാത്ത്. 46 താഴെ പറയുന്നവയിൽ ചാന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ചാന്ദ്രയാൻ 3 ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ K ശിവൻ തെറ്റാണ് അല്ലേ? ആരായിരുന്നു? സോമനാഥാണ്. അപ്പോൾ 1 തെറ്റാ. അപ്പോൾ 1 ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടാം അല്ലേ? നമ്മളോട് പറഞ്ഞ് ശരിയായതല്ലേ? അപ്പോൾ 1 ഇതിൽ ഓപ്ഷൻ Bയിൽ 1 വെട്ടി. എല്ലാം ശരി എന്ന് പറയുമ്പോൾ 1 ഉണ്ടാവും, അതും നമ്മൾ വെട്ടി. ഓപ്ഷൻ Cയിൽ 1. ഇനി വായിക്കാറൊന്നുമില്ല. ആൻസർ ഏതാ? 2, 3, 4 ശരിയല്ലേ? അപ്പോൾ ശരിയായത് നമുക്ക് പഠിക്കാം. പ്രൊജക്ട് ഡയറക്ടർ ആരാ? P വീരമുത്തുവേലാണ്. വിക്ഷേപണ വാഹനം LV Mark 3 ആണ്. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. 47ാമത്തെ ചോദ്യം, 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? 2016 ജൂൺ മാസത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ A ആണ്, പിണറായി വിജയനാണ്. 48 താഴെ പറഞ്ഞതിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാണ്? ഓപ്ഷൻ A ആണ്, എൻ്റെ വഴിത്തിരിവ്. 49ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരായിരുന്നു? മുഹമ്മദ് സിറാജ് ആട്ടോ. മുഹമ്മദ് സിറാജ് ആണ്. 50ാമത്തെ ചോദ്യം, 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? ഓപ്ഷൻ D ആണ്, അമിതാഭ് കാന്ത് ആണ്. 51ാമത്തെ ചോദ്യം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ആഡം സ്മിത്ത് ആണ്. 52 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107 ആണ്. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 53 നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? യൂറിയ നിർമ്മിക്കപ്പെടുന്ന ഇവിടുന്ന് ഓപ്ഷൻ A ആണ്, കരളിൽ നിന്ന് അല്ലെ, കരളാണ്. 54 താഴെ തന്നിരിക്കുന്നതിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ D ആണ്, ക്വാഷിയോർക്കർ ആണ്. 55 ചുവടെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? തന്നിരിക്കുന്നതിൽ നാഷണൽ പാർക്ക് ഏതേ ഉള്ളൂ? സൈലന്റ് വാലി നാഷണൽ പാർക്ക്. 56 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ഓപ്ഷൻ C ആണ്, ലക്ഷഗംഗയാണ്. ഓപ്ഷൻ C ലക്ഷഗംഗ. 57 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ C ആണ്,
ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. 58 രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ഡി ആശാധാര. 59ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് മില്ലറ്റ് ഇയർ അല്ലെ, ചെറുധാന്യ വർഷമാണ്. 60ാമത്തെ ചോദ്യം, വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു, ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏതിനാ? ഓപ്ഷൻ സി ആണ് 5 അല്ലേ. 7 ന്യൂട്രൽ ആണ്, 7 മുകളിലാണെങ്കിൽ ക്ഷാരവും, 7 താഴെയാണെങ്കിൽ ഇതായിരിക്കും അസിഡിറ്റി ആയിരിക്കും. 61 ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായിട്ട് രേഖപ്പെടുത്തിയ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി ഏതാണ്? അതായത് അയിരുകളും ധാതുക്കളും തന്നിട്ടുണ്ട്, ഇതിൽ തെറ്റായിട്ടുള്ള ലോഹവും ധാതുക്കളും തന്നിട്ടുണ്ട്, അതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അലൂമിനിയം ഏതാ? ബോക്സൈറ്റ് ശരിയാണ്. ഇരുമ്പ് ക്രയോലൈറ്റ് തെറ്റാണ്. ഇരുമ്പിൻ്റെ ഏതൊക്കെയാണുള്ളത്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ഒക്കെയാണ് ഇരുമ്പിൻ്റെ അയിരുകൾ എന്ന് പറയുന്നത് അല്ലേ, അപ്പോൾ തെറ്റാണ്. 2 സിങ്ക് കലാമിൻ ശരിയാണ്, കോപ്പർ കുപ്രൈറ്റും ശരിയാണ്, അപ്പോൾ തെറ്റായിട്ട് 2 മാത്രമാണ്. 62ാമത്തെ ചോദ്യം, ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. 63 ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു, ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി അല്ലേ. ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ളത്? 1 ഇലക്ട്രോൺ ജെ തോംസൺ ശരിയാണ്, പ്രോട്ടോൺ ഹെൻറി മോസ്ലി തെറ്റാണ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ശരിയാണ്, പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ് ശരിയാണ് അല്ലേ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കോഡൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ, പെൻ RTC. ഇതെങ്ങനെയാ ഓർത്ത് നോക്കുക? പിയുടെ നേരെ ഏതാ ഉള്ളത്? പിയുടെ നേരെ ഉള്ളത് 6 ആണ്. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാ? റൂദർഫോർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയുടെ നേരെ ഏതാ ഉള്ളത്? ഇയുടെ നേരെ ഉള്ളത് ടി ആണ് അല്ലേ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ? തോംസൺ. ആരാ? ജെ തോംസൺ. ഇനി എന്നിന് നേരെ ഉള്ളത് ഏതാ? എന്നിന് നേരെ ഉള്ളത് സി ആണ് അല്ലേ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ചാഡ്വിക് കേട്ടോ, ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ പെൻ RTC എന്ന് ഓർത്ത് നോക്കുക. പ്രോട്ടോൺ റൂദർഫോർഡ്, ഇലക്ട്രോൺ തോംസൺ, പിന്നെ ന്യൂട്രോൺ ചാഡ്വിക്. ഇനി 64ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ? 1 വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ഏതിൽ? ഒരു സമതല ദർപ്പണം എടുത്തു കഴിഞ്ഞാൽ. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ. ഒന്നാമത്തെ ശരിയാണ്. 2 എന്താ? വസ്തുവിന്റെ വലിപ്പവും തന്നെയായിരിക്കും ഏത് കാണുന്നത്? നമ്മുടെ സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബത്തിനും വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബത്തിനും. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3 വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. തെറ്റല്ലേ, യഥാർത്ഥമല്ല ആയിരിക്കും അല്ലേ, അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമേ ഏതുള്ളൂ? ഇത് ശരിയായിട്ടുള്ളൂ. ഇനി 65ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് ഏതാണ്? ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് ഏതാ? 2023 സെപ്റ്റംബർ 2-നാണ്. 66 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഇയോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ സി ആണ് നോർവേ ആട്ടോ, നോർവേ സ്വദേശിയാണ്. 67 മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം ഏതാ? ഓപ്ഷൻ ഡി കരളാണ്. 68 മലമ്പനിക്ക് കാരണമായ രോഗകാരി ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് പ്ലാസ്മോഡിയം ആണ്, പ്ലാസ്മോഡിയം. 69 ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ, ഒരു PHC അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലെ PHC എന്നൊക്കെ പറയാല്ലേ, FHC ഉണ്ട്, അതുപോലെ PHC ഒക്കെ ഉണ്ട്. അതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, CT സ്കാൻ ലഭ്യമല്ല. 70 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ഓപ്ഷൻ സി ആണ്, ജൂൺ 7 ആണ്. 71 കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, തൃശ്ശൂരിലാണ്. ഓപ്ഷൻ എ തൃശ്ശൂര്. 72ാമത്തെ ചോദ്യം,
താഴെ പറയുന്നവരിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഏതാ? ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ്. ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദമൊക്കെ എന്താണ്? ജീവിതശൈലി രോഗമാണ്. തൊണ്ടമുള്ള എന്തല്ല? ജീവിതശൈലി രോഗമല്ല. 73 യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് ഏത്? സാർക്കോമ അല്ലെ. ഓപ്ഷൻ എ ആണ് സാർക്കോമ. 74ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്താ? ഓപ്ഷൻ സി ആണ് നിരാമയ. 75 കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി ആണ് 2008 76ാമത്തെ ചോദ്യം, ബാക്ക് ടു ബേസിക് എന്നത് ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാ? ഓപ്ഷൻ ബി ആണ് കൊറോണ വൈറസ്. 77 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി ഏതാ? ഓപ്ഷൻ എ ആണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ കാസ്പ് ആണ്. KASP. 78 കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ സി ആണ് സശ്രദ്ധം. 79 ലോക ജന്തുരോഗ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ലോക ജന്തുരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ജൂലൈ 6 80ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാ? നിലവിൽ ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാ? JP നദ്ദയാട്ടോ. ആരാ? JP നദ്ദയാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയിലാട്ടോ. അപ്പോൾ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വ്യക്തി ആരാ? DK കാർവെയാണ്. വർഷം ഏതാ? 1916. എവിടെയാണ് സ്ഥാപിച്ചത്? മഹാരാഷ്ട്ര. രണ്ടാമത്തെ ചോദ്യം, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിക്കൊണ്ട് രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏതാ? ഓപ്ഷൻ ബി ആണ് ആനന്ദ മഠമാട്ടോ. ഓപ്ഷൻ ബി ആനന്ദമഠം. മൂന്നാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഗാന്ധിജി ആട്ടോ. ആരാ? ഗാന്ധിജിയാണ്. നാലാമത്തെ ചോദ്യം, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെടുന്നത് എവിടെയാ? ബംഗാളാണ് അല്ലേ. ഓപ്ഷൻ എ ബംഗാൾ. അഞ്ചാമത്തെ ചോദ്യം, ദേശീയ സമരകാലത്ത് പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാ? അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. തെറ്റായ ജോഡി കേട്ടോ. ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു, ശരിയാണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് തന്നെയാണ്. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? മഹാത്മാഗാന്ധി, ശരിയാണ്. ലക്ഷ്യപ്രമേയം ആരാ? ജവഹർലാൽ നെഹ്റു അല്ലെ, അംബേദ്കർ അല്ല, നെഹ്റു ആണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തണം അല്ലെ. ഒന്നാമത്തെ എന്താ? ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടന, ശരിയാണ്. ചില സമയത്ത് നമുക്ക് നിയമം നിർമ്മിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിയമം നിർമ്മിക്കാൻ പറ്റും. ചില നിയമങ്ങൾ ഉണ്ടാക്കാൻ കുറച്ച് കടുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന അറിയപ്പെടുന്നത് എന്താ? ദൃഢമായതും അതുപോലെ തന്നെ അയവുള്ളതുമായിട്ടുള്ള ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, ശരിയല്ലേ. ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന ഉണ്ടോ? ഇല്ല അല്ലേ. കേരളത്തിന് വേറെ ഭരണഘടന, തമിഴ്നാടിന് വേറെ ഭരണഘടന, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് തെറ്റാണ്. നാലാമത്തെ എന്താ? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്. അപ്പോൾ 1, 2, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. എട്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്നെന്താ? ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അതുമാത്രം അറിഞ്ഞാൽ മതി അല്ലേ. ഏതാ? പാർലമെന്റ് അല്ലേ. ഭരണഘടനാ ഭേദഗതിക്ക് എവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്? പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ പാർലമെന്റിന്റെ ചുമതലകളാണ് പഠിച്ചു വെക്കുക. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കുക, അതുപോലെ അംഗീകരിക്കുക.
9ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ്. സൗജന്യ നിയമസഹായം തെറ്റാണ്, നിർദ്ദേശക തത്വങ്ങളാണ്. ലഹരി വസ്തുക്കളുടെ നിരോധനം എവിടെയാ? അതും എവിടെയാ പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമേ എന്തുള്ളൂ? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നുള്ളൂ. 10ാമത്തെ ചോദ്യം, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നുള്ളതാണ്. ഇത് ആരുടെ വാക്കായിരുന്നു? ഓപ്ഷൻ എ ആണ്, പ്ലേറ്റോയുടെ വാക്കാണ്. 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. ഇതാരാന്ന്? വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. 1, അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. 2, അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. മിശ്രഭോജനം എന്ന് തന്നെ കാണുമ്പോൾ നമുക്ക് ആൻസർ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. അവസാനത്തെ വായിക്കുമ്പോൾ ഒന്നും കൂടി കിട്ടും. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. നമ്മുടെ SCRTയിൽ എടുത്തു പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികളാണ്. 12ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. തെറ്റാണ് വേണ്ടത്, തെറ്റായത്. 1ാമത്തെ എന്താ? അയ്യങ്കാളി കല്ലുമാല സമരം ശരിയാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികൾ ഐക്യത്തിനെതിരെ കിണറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത് ആരല്ല? രാമകൃഷ്ണ പിള്ളയല്ല. ആരായിരുന്നു? വഖം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. 13ാമത്തെ ചോദ്യം, LMS അല്ലെങ്കിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? എവിടെയായിരുന്നു? LMS തിരുവിതാംകൂർ അല്ലേ? തിരുവിതാംകൂറിൽ. പിന്നെ CMS എവിടെയാ? CMS കൊച്ചിയിലുണ്ടായിരുന്നു, തിരുവിതാംകൂറിലുണ്ടായിരുന്നു. BMS എവിടെയാ? മലബാറിലാണ്. 14ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്. സവർണ ജാഥ നടത്തിയത് ഓപ്ഷൻ ബി ആണ്, 1924 നവംബർ 1-നാണ്. 15ാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തെ ലോക്സഭയാണ്? എത്രയാ? ഓപ്ഷൻ സി ആണ്, 18ാം ലോക്സഭയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാ? നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാ? വിദ്യാധനം സർവദാൽ പ്രധാൻ, ധർമ്മേന്ദ്ര പ്രധാൻ. 18ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ പഞ്ചശീല തത്വങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ബന്ധമില്ലാത്തത് 1954 ചൈനയുമായിട്ട് അതിർത്തി തർക്കമുണ്ടായ സമയത്ത് ഇന്ത്യ ചൈനയുമായിട്ട് ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ശരിയാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇന്ത്യ ഇതിലെ പ്രധാന തത്വമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനുമാണ് ഒപ്പുവെച്ചത്. തെറ്റാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാ? ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ്. അപ്പോൾ അത് 4ാമത്തെ പ്രസ്താവന അത് തന്നെയാണ്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് ഒപ്പുവെച്ചത്. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ 3 മാത്രം അല്ലേ? ഓപ്ഷൻ സി 3 മാത്രം. 19ാമത്തെ താഴെ കൊടുത്തിരിക്കുന്നത് കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കാലഗണന അനുസരിച്ചിട്ട് ക്രമീകരിക്കുക. അപ്പോൾ കാലഗണന അനുസരിച്ച് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വർഷങ്ങൾ അറിഞ്ഞാൽ ഇത് എഴുതാൻ പറ്റുള്ളൂ. ആദ്യത്തെ എന്താ? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി അല്ലേ? ഇൻകോസ്പാർ എന്ന് പറയില്ലേ? ഏത് വർഷം? 1962 കേട്ടോ. 1962 ISRO നിലവിൽ വന്ന വർഷം ഏതാ? 69. പിന്നെന്താ? ആര്യഭട്ട വിക്ഷേപിക്കുന്നത് 1975. ചാന്ദ്രയാൻ ദൗത്യം ഏതാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. എങ്ങനെ പോയാലും ആഫ്റ്റർ 2000 ശേഷം അല്ലേ? നമ്മൾ ചാന്ദ്രയാൻ 1 എടുത്തു കഴിഞ്ഞാൽ ഏതാ വർഷം? 2008. അപ്പോൾ ഏറ്റവും അവസാനം വരുന്നത് ഏതാ? ചാന്ദ്രയാനാണ്. ഏറ്റവും ഫസ്റ്റ് ഏത് വരണം? ഇത് ഓപ്ഷനിൽ തന്നെയാണ് അല്ലേ? 1, 2, 3, 4 ആ ഒരു ഓപ്ഷൻ തന്നെയാണ് വരേണ്ടത്. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ശരിയാണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നത് 1962. പിന്നെ ISRO നിലവിൽ വന്നത് 1969. ആര്യഭട്ട വിക്ഷേപിച്ച 1975. ചാന്ദ്രയാൻ ദൗത്യം 2008.
അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. 20ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലയും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. ബിലായ് ഛത്തീസ്ഗഡ് റഷ്യ ശരിയാണ്. റൂർക്കേല ഒഡീഷ ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ പശ്ചിമ ബംഗാൾ. ബൊക്കാറോ ഫ്രാൻസ് തെറ്റാണ്. അപ്പോൾ 4ാമത്താണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. 21ാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായത് ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തണം. ഒന്നെന്താ, 1951-56 പദ്ധതി ശരിയാണ്. വ്യാവസായിക പദ്ധതി തെറ്റാണ്. 1ാമത്തെ എന്താ, കാർഷിക പദ്ധതിയാണ്. നമുക്ക് 2 ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കളയാലോ. അപ്പം ഓപ്ഷൻ എയിൽ 2 വെട്ടി, ഓപ്ഷൻ സിയിൽ 2 വെട്ടി, എല്ലാം ശരിയാണ് എന്ന് പറയുമ്പോൾ അതിലും 2 വെട്ടി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് പഠിച്ചു നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് 1951-56 ആണ് അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഹരോഡ് ഡോമർ മാതൃക എന്ന് അറിയപ്പെടുന്നു. 22 അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. 23 നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാ? നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ഓപ്ഷൻ എ ആണ്, സുമൻ ബെറി ആണ്. 24 ചാന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്. ഓപ്ഷൻ ഡി ആണ്, 2023 ഓഗസ്റ്റ് 23-നാണ്. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുടെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? പത്കായ് ബൂം, മീസോ കുന്നുകൾ, അതേപോലെ ഗാസോഗാരി കുന്നുകൾ, ഗാരോഗാസി കുന്നുകൾ. 1, 2, 4 കിഴക്കൻ മലനിരകളുടെ ഭാഗത്ത് വരുന്നത്. 26ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാന്ന് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയല്ലാത്തത്. 1ാമത്തെ എന്താ? ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ തെക്കേറ്റം എന്ന് പറയുന്നത് അല്ലേ. ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക് കേട്ടോ. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. റാൻ ഓഫ് കച്ച് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത് എന്ന് പറയുന്നത് പടിഞ്ഞാറ് സൈഡ്. അപ്പോൾ ശരിയാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടിക്കൂടെ. ശരിയല്ലാത്ത പ്രസ്താവനയല്ലേ? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുന്നത് ശരിയല്ലേ? അപ്പോൾ ശരി അല്ലാത്തത് നമുക്ക് വേണം. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് നമുക്ക് വെട്ടാം. ഓപ്ഷൻ ഡിയും വെട്ടി, 1 വെട്ടി. 2 ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് എവിടെയാ? ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലങ്ങളിലാണ്. അപ്പോൾ ഇതെന്താ? തെറ്റാണ്. നമ്മൾ ആൻസറിൽ എന്ത് വേണം? തെറ്റ് വേണം. അപ്പോൾ 2 വേണം. ഇനി 2 ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ 2ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാ? അത് നമ്മുടെ പടിഞ്ഞാറ് സൈഡാണ്. താരതമ്യേന വീതി കൂടുതൽ. ഏതിനാ വീതി കൂടുതൽ? കിഴക്കൻ തീരസമതലത്തിനാണ് വീതി കൂടുതൽ. ഇനി 27ാമത്തെ ചോദ്യം, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായത് അറബിക്കടലിലാണ് ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത്. തെറ്റാണ്. അറബിക്കടലിലാണോ സ്ഥിതി ചെയ്യുന്നത്? അല്ല. 2 എന്താ? ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. ശരിയാണ്. 200, 219 ഒക്കെ ആയിട്ടാണ് വരുന്നത്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനം. ശരിയാണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. തെറ്റാ. 36 ദ്വീപുകൾ എവിടെയാ? ലക്ഷദ്വീപിലാണ്. അപ്പം 2ഉം 3ഉം മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. 28 താഴെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് കാണ്ടില ഗുജറാത്തിലാണ്. ഗുജറാത്ത് പടിഞ്ഞാറാണ്. അപ്പം ഇതില്ല, ഒന്നില്ല. ഒന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടാം. ഓപ്ഷൻ സി വെട്ടി, ഓപ്ഷൻ 1 വെട്ടി. നവശേവ എവിടെയാ? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര ഏത് സൈഡാ? നമ്മുടെ പടിഞ്ഞാറ് സൈഡാണ്. ഇതും വെട്ടാം. അപ്പോൾ 2 ഓപ്ഷൻസ് നമ്മൾ വെട്ടി. ബാക്കി ഇനി ഏതേ ഉള്ളൂ? 3ഉം 4ഉമാണ്. അതായത് പാരദ്വീപ് ഒഡീഷയിലാണ്, ഹാൽഡിയ പശ്ചിമ ബംഗാളിലാണ്. 2ഉം കിഴക്കൻ തീരത്ത് വരുന്നതാണ്. ഇനി 29ാമത്തെ ചോദ്യം, ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. 37 കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരി അല്ലാത്ത ജോഡി ഏതാന്ന് കണ്ടെത്തുക.
ശരി അല്ലാത്ത അല്ലേ, ശരിയല്ലാത്തത് ഒന്നെന്താ, വാഴച്ചാൽ തൃശ്ശൂർ ശരിയാണ്. ചീയപ്പാറ പത്തനംതിട്ടയല്ല, എവിടെയാ, ഇടുക്കിയിലാണ്. പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോട് ശരിയാണ്. അപ്പം വാഴച്ചാൽ തൃശ്ശൂർ, ചീയപ്പാറ ഇടുക്കിയിലാണ്, പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോട്. 31 കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ, ശരിയാണ്. 2 വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാറ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാറ്, ശരി അല്ലേ. മൂന്നാമത്തെ എന്താ, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. അറബിക്കടലിൽ പതിക്കുന്നു, ശരിയാണല്ലോ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ മൂന്ന് ജില്ലകളിലൂടെ ഏത് ഒഴുകുന്നുണ്ട്, ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്, അറബിക്കടലിൽ തന്നെയാണ് പതിക്കുന്നത്. എല്ലാ ഓപ്ഷനും ശരിയാണ്. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ദേശീയോദ്യാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി, ശരിയല്ലേ, അത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി, ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം, തെറ്റാണ്. ഏറ്റവും വലുതാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം, ശരിയാണ്. അപ്പോൾ 1, 2, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. 33ാമത്തെ ചോദ്യം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. തെറ്റ് മതി. 1 ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ, ശരിയാണ്. 2 മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി, തെറ്റാ. ശബരിഗിരി ഏത് ജില്ലയിലാ, പത്തനംതിട്ട ജില്ലയിലാ. മലബാറിലെ ആദ്യത്തേത് ഏതാ, നമ്മുടെ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. അപ്പോൾ ഇത് തെറ്റാണ്, നമ്മളോട് പറഞ്ഞത് തെറ്റല്ലേ. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഏത് വേണം, 2 വേണം. 2 ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടാലോ. 2 ഓപ്ഷൻസ് വെട്ടി. ഒന്നാമത്തെ ശരിയാ, നമ്മളോട് എന്താ പറഞ്ഞത്, തെറ്റല്ലേ പറഞ്ഞത്. അപ്പോൾ 1 ഓപ്ഷൻസ് നമ്മൾ വെട്ടി. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു ഏതാ, 2ഉം 4ഉമാണ്. എന്നാലും പഠിച്ചു നോക്കാം നമുക്ക്. ഒന്നാമത്തെ എന്താ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ, ശരിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ, മണിയാറാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ്. 34ാമത്തെ ചോദ്യം, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക. ശരി വേണ്ട കേട്ടോ. മലനാടുകളെ സംബന്ധിച്ചിട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഓക്കെ. ഒന്നെന്താ, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ഒന്നാമത്തെ തന്നെ തെറ്റാ. എന്തേ, 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ മലനാടെന്ന് പറയുന്നത് അല്ലേ. ഇടനാടാണ് ഇത് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. അപ്പോൾ 1 തന്നെ തെറ്റാ. അപ്പോൾ ആൻസറിൽ ഏത് വേണം, 1 വേണം. അപ്പോൾ 1 ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടാലോ. ഡി വെട്ടി, ബിയും വെട്ടി. ഇനി ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്, ശരിയാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്, അതും ശരിയാണ്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്, അതും ശരിയാണ്. അപ്പോൾ തെറ്റായത് ഏത് മാത്രമേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ അല്ലേ. 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്. കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്. 1 KT ഇർഫാൻ, നടത്തം, അത്ലറ്റാണ്. സിനി ജോസ് അത്ലറ്റാണ്. അഞ്ജു ബോബി ജോർജ് അത്ലറ്റാണ്. ജിമ്മി ജോർജ് ഏതാ, നമ്മുടെ ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്. ജിമ്മി ജോർജ് ബാസ്കറ്റ് ബോൾ, വോളിബോൾ കേട്ടോ. ഇന്ത്യൻ വോളിബോളിൻ്റെ ഇടിമുഴക്കെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, നമ്മുടെ ജിമ്മി ജോർജ്. ബാസ്കറ്റ് ബോൾ അല്ല, നമ്മുടെ വോളിബോളാണ്, പറഞ്ഞു മാറിപ്പോയി. 36 കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തണം അല്ലേ. 1 മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984, ശരിയാണ്. 2 മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചി അല്ലടാ, എവിടെയാ, തിരുവനന്തപുരമാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. 2 കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി ആണോടാ, കരിമീനാണ്, അതും തെറ്റ്. 4 മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്, പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന, ശരിയാണ്. നമ്മളോട് എന്താ പറഞ്ഞാൽ, യോജിക്കാത്തത്. അപ്പോൾ തെറ്റ് എന്ന് പറയുന്നത് 2ഉം 3ഉം. ഓപ്ഷൻ ഡി ആണ് 2ഉം 3ഉം.
37ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാ? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഓപ്ഷൻ എ ആണ് പെരിയാർ വന്യജീവി സങ്കേതം. 38 താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? കടൽ തീരം ഇല്ലാത്ത ജില്ല ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ടയാണ്. 39 താഴെ പറഞ്ഞാൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാ? ദേശീയ ജലപാത 3. 40 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്നാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നില്ല. ഇത് എന്നാ ഓഗസ്റ്റ് 23, 2023. 40 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാ? ഓപ്ഷൻ ബി ആണ്, SK വസന്തനാണ്. 42 സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 1 മുതൽ 8 വയസ്സ് വരെയുള്ള മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ എ ആണ്, കെടാവിളക്ക്. 43 അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ താരം ആരാ? വിരാട് കോഹ്ലിയാണ്. 44 താഴെ തന്നിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാ? 1 വോട്ടർ പട്ടിക തയ്യാറാക്കണം. 2 തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കാം. വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനമൊക്കെ ആരുടെ കടമയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതാണ്. പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നതും ആര് തന്നെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എല്ലാം ശരിയാണ്. 45 നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാറ് തയ്യാറാക്കിയതാരാ? ഓപ്ഷൻ സി ആണ്, സർദാർ പട്ടേലും VP മേനോനും. 46 താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ്? തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഓപ്ഷൻ ബി ആണ്, നെല്ലാണ്. 47 ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു, ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 48 ISRO സ്ഥാപിതമായ വർഷം ഏത് വർഷം? ISRO സ്ഥാപിതമാകുന്നത് 1969 ISRO സ്ഥാപിതമാകുന്നത്. 49 യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണേത്? കോഴിക്കോട്. 50ാമത്തെ ചോദ്യം, 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ എ ആണ്, ബീഹാർ. 51 ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലേ ഈ ക്വസ്റ്റ്യൻ? എത്രയാ? 107 മെഡലുകളാണ് നേടിയത്. 52 സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് എവിടെയാ? ചെവിയിൽ അല്ലേ? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്, ഈ 3 അസ്ഥികളും കാണപ്പെടുന്നത് എവിടെയാ? ചെവിയിലാണ്. ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏത്? സ്റ്റേപ്പിസ്. 54ാമത്തെ ചോദ്യം, വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ശരിയാണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ശരിയാണ്. അപ്പോൾ 1 ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടാം. ഓപ്ഷൻ സിയിൽ 1 ഇല്ല, ഓപ്ഷൻ ഡിയിലും 1 ഇല്ല, നമ്മൾ വെട്ടി. ബെറിബറി എന്ന രോഗം വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. തെറ്റാണ്. വൈറ്റമിൻ സി അല്ല, വൈറ്റമിൻ B1 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത്, ബെറിബറി. അപ്പോൾ 2ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ 1ാമത്തെ ഓപ്ഷനിൽ 2 ഉള്ളതുകൊണ്ട് നമ്മൾ വെട്ടി. അപ്പോൾ ആൻസർ കിട്ടി 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. എന്നാലും പഠിച്ചു വെക്കുക. ബെറിബറി എന്ന രോഗം ഏതാ? ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത്, ബെറിബറി. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. ശരിയാണോ? തെറ്റാണ്. പിന്നെ ബെറിബറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. അത് ശരിയാണ് അല്ലേ? 4ാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 5ാമത്തെ ചോദ്യം, ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്നത് പൊക്കാളിയാട്ടോ. ഓപ്ഷൻ എ, പൊക്കാളി. 56 കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പീച്ചിയിൽ അല്ലെ? എവിടെയാ? പീച്ചിയിലാണ്. 57 ഒരു ആഹാര ശൃംഖലയിലെ 1ാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരായിരിക്കും? ഉൽപാദകർ ആയിരിക്കും. 58 പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാം? ഓപ്ഷൻ ഡി ആണ്, അരുൺ അലോഷ്യസ്. 59 ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാ? ഓപ്ഷൻ എ ആണ്, ബാർക്കാണ്. 60ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ: 1 താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. ശരിയാണ്. താപത്തിന്റെ SI യൂണിറ്റ് ഫാരൻഹീറ്റ്. തെറ്റ്. താപത്തിന്റെ SI യൂണിറ്റ് ജൂള്. താപനിലയുടെ SI യൂണിറ്റ് സെൽഷ്യസ്. തെറ്റാണ്. താപനിലയുടെ യൂണിറ്റ് ഏതാ? കെൽവിൻ ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 61ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാ? ബലം പാസ്കൽ എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ളത് അല്ലെ? ബലം ഏതാ? ന്യൂട്ടൺ അല്ലെ? ബലം ന്യൂട്ടൺ ആണ്. 62 അലൂമിനിയത്തിന്റെ ഒരു ധാതു ആണ്. തന്നിരിക്കുന്ന അലൂമിനിയത്തിന്റെ ധാതു ഏതാ ഉള്ളത്? ഓപ്ഷൻ ബി ഉണ്ട് അല്ലെ? ക്രയോലൈറ്റ് എന്തിൻ്റെയാ? അലൂമിനിയമാണ്.
63 തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാ? ബേക്കലൈറ്റ് കേട്ടോ. ബാക്കിയൊക്കെ എന്താണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. 64 കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാ? ഓപ്ഷൻ സി, അതായത് 2ഉം 3ഉമാണ്. അതായത് ഏതൊക്കെയാ? ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ്. 65 ചോദ്യം, 2023 സെപ്റ്റീമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ടോവിനോ തോമസ് ആണ്. 66-38 ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം? ഓപ്ഷൻ സി, കോയമ്പത്തൂർ. 67 ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായത്: ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ശരിയാണ്. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. തെറ്റാണ്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. അതും തെറ്റാണ്. ശരിയായത് ഏത് മാത്രമേ ഉള്ളൂ? ഒന്ന് മാത്രമാണ് ഇതിൽ ശരിയായ പ്രസ്താവനയുള്ളൂ. ഓപ്ഷൻ എ ആണ്. 68 ചോദ്യം, അനോഫിലസ് പെൺകൊതുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാ? മലമ്പനിയാണ്. 69 ചോദ്യം, ശരിയായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ക്ഷയം BCG ശരിയാണ്. ടെറ്റനസ് OPV തെറ്റാണ്. ഡിഫ്തീരിയ MMR ഡിഫ്തീരിയ ശരിയാണോ? തെറ്റല്ലേ? അത് MMR ഡിഫ്തീരിയ തെറ്റാണ്. പോളിയോ DPTയും തെറ്റാണ്. അപ്പോൾ ശരിയായത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. 70 ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകം ഏതാ? ഇരുമ്പ് അല്ലേ? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാണ് ഇത്? ഇരുമ്പ്. 71 ചോദ്യം, താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഫാറ്റി ലിവർ, പക്ഷാഘാതം, ഹീമോഫീലിയ ഒക്കെ എന്താണ്? ഹീമോഫീലിയ ഇല്ല, പ്രമേഹം. ഫാറ്റി ലിവർ, പ്രമേഹം, പക്ഷാഘാതമൊക്കെ എന്താണ്? ജീവിതശൈലി രോഗമാണ്. ഹീമോഫീലിയ എന്തല്ല? പക്ഷാഘാത രോഗം അല്ല. 72 ചോദ്യം, താഴെ പറയുന്നതിൽ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി ഏതാ? മൃതസഞ്ജീവനി. ബ്രാൻഡ് അംബാസഡർ ആരാ? മോഹൻലാൽ. 73 അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അശ്വമേധം ഏതാ? കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാ? ഓപ്ഷൻ ബി ആണ്, വവ്വാല്. 75 ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാ? ഓപ്ഷൻ ഡി ആണ്, വൈറസ്. 76 ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്തത് ഏതാ? ഓപ്ഷൻ സി അല്ലേ? അലോപ്പതി കേട്ടോ, അലോപ്പതിയാണ്. 77 താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? തന്നിരിക്കുന്നതിൽ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി ഓപ്ഷൻ എ ആണ്, വിമുക്തിയാണ്. 78 സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് മെഡിസെപ്പ്. 79 ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായിട്ട് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ സി, പൊൻവാക്ക്. 80 മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാ? തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞു ആരായിരുന്നു? മോഹൻലാലാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണേ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന അല്ലേ? ഒന്നാമത്തെ എന്താ? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. ശരിയാണ്. ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ് ഏതുള്ളത്? നിർദ്ദേശക തത്വങ്ങളുള്ളത് അല്ലേ? 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നു. 2 പൗരത്വം, 3 മൗലികാവകാശം, 4 നിർദ്ദേശക തത്വങ്ങൾ, 4 മൗലിക കടമകൾ. മൗലികാവകാശങ്ങൾ 6 ഉണ്ട്. ശരിയാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് രാജേന്ദ്ര പ്രസാദ്. തെറ്റാണ്. ആരായിരുന്നു? നെഹ്റു ആണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ശരിയാണ്. 1, 2, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി ആണ്, 1, 2, 4. രണ്ടാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച് താഴെ പറയുന്നതിൽ ഏത് അവകാശത്തെയാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് അവകാശത്തെയാണ്? ആർട്ടിക്കിൾ 32, അതായത് ഭരണഘടനാപരമായിട്ട് പരിഹാരം കാണാനുള്ള അവകാശമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന
അംഗീകരിച്ചത് ഓപ്ഷൻ ഡി ആണ്. 1949 നവംബർ 26-നാണ്. 4 നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്താൻ കാരണം ഓപ്ഷൻ ബി ആണ്, മഹാത്മാഗാന്ധിയാണ്. 5-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? ഓപ്ഷൻ സി 1951. 6-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരി അല്ലാത്തത്. ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി തെറ്റാണ്. ആരാ? മംഗൾ പാണ്ഡെ. 2, ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ ശരിയാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ശരിയാണ്. 2ഉം 3ഉമാണ് ശരി. നമ്മളോട് പറഞ്ഞത് ശരി അല്ലാത്തതല്ലേ? ഓപ്ഷൻ ബി ആണ്, 1 മാത്രമാണ് ശരി അല്ലാത്തത്. 7-ാമത്തെ ചോദ്യം, സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാ? സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ഓപ്ഷൻ ബി ആണ്, മുഹമ്മദ് ഇക്ബാൽ. 8-ാമത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ട് ശരി അല്ലാത്തത്. ഗാന്ധിജി 2-ാം വട്ടമേശ സമയത്തിൽ ഉണ്ടല്ലോ. 2, ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്ന് ഗാന്ധിജി ആദ്യമായിട്ട് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്ന് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട്. അത് തെറ്റാണ്. 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ തെറ്റല്ലേ നമ്മൾ പറഞ്ഞത്? 4 മാത്രമാണ് തെറ്റ്. 9-ാമത്തെ ചോദ്യം, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ്, രാജാറാം മോഹൻ റോയ്. 10-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായത്? 1, സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്താണ് ദേശീയ മുദ്ര. ശരിയാണ്. അശോക ചരിത്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. തെറ്റാണ്. 24 ആരക്കാലുകൾ. 1947-ലാണ് ഇന്നത്തെ ത്രിവർണ്ണ പതാക അംഗീകരിച്ചത്. ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഏതായിരിക്കും? ഓപ്ഷൻ സി, 1ഉം 3ഉമാണ് ശരി. 11-ാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം നടന്നതെന്ന 1809 ജനുവരി 11-നാണ്. 12-ാമത്തെ ചോദ്യം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായത് 1, മലബാർ കലാപം നടന്നത് 1921-ലാണ്. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണോ? തെറ്റാണ്. വില്യം ലോഗൻ കമ്മീഷനാണ്. 3, മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 13-ാമത്തെ ചോദ്യം, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരായിരുന്നു? ഗൗരി പാർവതിബായ് അല്ലേ? ഗൗരി പാർവതിബായ്. 14, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആറ്റിങ്ങൽ കലാപമാണ്. 15-ാമത്തെ ചോദ്യം, പഴശ്ശിരാജാവ് അന്തരിച്ചത് എന്നാണ്? പഴശ്ശിരാജാവ് അന്തരിച്ചത് ഓപ്ഷൻ ബി 1805 നവംബർ 30-നാണ്. 16, മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്വിറ്റ്സർലാൻഡ്. 17, കേരളത്തിൽ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 94. 18, സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? പ്ലാനിങ് എവിടുന്നാ? ആസൂത്രണം എവിടുന്നാ കടമെടുത്തത്? ഇന്ത്യ. ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ അല്ലെ, ഇന്നത്തെ റഷ്യയിൽ നിന്നാണ്. 19, ബക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, സത്ലജ് നദിയിലാണ്. 20-ാമത്തെ ചോദ്യം, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആണ്, ഹോമി ജഹാംഗീർ ബാബയാണ്. 21, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കാനായിട്ട് ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, ന്യൂഡൽഹിയിലാണ്. 22, താഴെ പറയുന്നവയിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ആരായിരുന്നു ആദ്യത്തെ റെയിൽവേ മന്ത്രി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ജോൺ മത്തായി അല്ലെ, മലയാളിയാണ്. 23, ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ആണ്, ഡിസംബർ 14-നാണ്. 24, ISROയുടെ ചാന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ എന്താ? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 25, കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ചിട്ട് ശരിയല്ലാത്തത്: 1, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ശരിയാണ്, ഇടനാടാണ്, അതുകൊണ്ട് ശരിയാണ്.
ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം, തെറ്റ്. നമ്മളത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. എവിടെയായിരുന്നു അതുള്ളത്? മലനാട്ടിലാണ്. 2 ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്, തെറ്റാണ്. മലനാടിൻ്റെ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ്. 4 എന്താ? ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്ന്, അത് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ഇതിൽ ശരിയാണ്, 2ഉം 3ഉം ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട്. 2ഉം 3ഉം തെറ്റ്. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരി അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ശരി അല്ലാത്തത്: തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ ഇടുക്കിയാണ്, പാലരുവി കൊല്ലം, വാഴച്ചാല് തൃശ്ശൂരാണ്. പത്തനംതിട്ടയല്ല, തൃശ്ശൂർ. 27 കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984, ശരി. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം, ശരി. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള, അതും ശരി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഗുണം. അതെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ക്വസ്റ്റ്യൻസ്. 28ാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ: 1 കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം, ശരിയാണ്. 2 സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം, ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട്, തെറ്റാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പെരിയാർ, അതും എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മളോട് എന്താ പറയുന്നത്? ശരിയായ പ്രസ്താവന അല്ലേ? 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം ശരി. 29ാമത്തെ ചോദ്യം, കേരളത്തിൽ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. തെറ്റാണ് കേട്ടോ, തെറ്റാണ് വേണ്ടത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുടെ ജില്ല ഇടുക്കി, ശരിയാണല്ലോ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി, ഇത് തെറ്റാണ്. ഏതാ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാ? ഇരവികുളം അല്ലേ, അപ്പോൾ അത് തെറ്റ്. 2 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല, ശരിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം, തെറ്റേതയാ? സൈലന്റ് വാലിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? തെറ്റല്ലേ വേണ്ടത്? 2ഉം 4ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി 2ഉം 4ഉം. 30ാമത്തെ ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 കബനി എങ്ങോട്ടൊഴുകുന്നത്? കിഴക്കോട്ട്, ശരിയാണ്. കബനി, ഭവാനി, പാമ്പാർ, ഇത് 3ഉമാണ് എങ്ങോട്ടൊഴുകുന്നത്? കിഴക്കോട്ടൊഴുകുന്നത്. പാമ്പാറുണ്ട്, പമ്പയും പെരിയാറും എങ്ങോട്ടാ? പടിഞ്ഞാറ് അല്ലേ. അപ്പോൾ 1ഉം 2ഉം ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉമാണ്. 31ാമത്തെ ചോദ്യം, വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പദ്ധതികൾ വിലയിരുത്തിയിട്ട് മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുന്നതാര? ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. പഠിച്ചു വെച്ചോ. പദ്ധതികൾ വിലയിരുത്തിയിട്ട് മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത്. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. 33 താഴെ പറയുന്നതിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ്, കോട്ടയമാണ്. 34 കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ടയിലെ. കക്കാട് പത്തനംതിട്ടയല്ലേ. 35 ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. നമ്മളിപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യനിലാണ് ഇപ്പോൾ അതായത് പടിഞ്ഞാറൻ തീരസമുദ്രത്തെക്കുറിച്ചും അതുപോലെ കിഴക്കൻ തീരസമുദ്രത്തെക്കുറിച്ചും പറയുന്നല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അല്ലേ. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഏതാ അത്? നമ്മോട് ഏതാ കിഴക്കല്ല, അപ്പോൾ ശരിയല്ലേ. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. താരതമ്യേന വീതി കുറവ്, തെറ്റ്. വീതി കുറവ് എവിടെയാ? പടിഞ്ഞാറ് സൈഡാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നതും എവിടെയാ? പടിഞ്ഞാറ് സൈഡാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് എവിടെയാ? കിഴക്കാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ നമ്മളോട് ശരിയല്ലാത്തല്ലേ പറഞ്ഞല്ലേ. അപ്പോൾ ശരി അല്ലാത്ത പ്രസ്താവനകൾ 2ഉം 3ഉം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന് ആൻസർ ആയിട്ട് വരിക. ശരിയല്ലാത്തതാണ് നമ്മൾ കാണാൻ പറഞ്ഞത്. 36 ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത അല്ലേ. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം ശരിയാണ്. അപരദന തീവ്രത കൂടുതൽ, ശരിയാണ്. അപരദന തീവ്രത കുറവ്, തെറ്റാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞതും തെറ്റാണ്. അപ്പം 3ഉം 4ഉമാണ് തെറ്റ്. 3ഉം 4ഉം തെറ്റ്. ഓപ്ഷൻ ബി 3ഉം 4ഉം.
37ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറ് തീരത്ത് നവശേവ എവിടെയാ? മഹാരാഷ്ട്ര ശരിയാണ്. കാണ്ഡല ഗുജറാത്ത് ശരിയാണ്. ഹാൽഡി ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ റിപ്പീറ്റഡ് സാധനം അല്ലേ? 1ഉം 2ഉം അല്ലേ? സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളിലെ പടിഞ്ഞാറ് സൈഡ് 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. 38ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? കാരക്കോറം, ലഡാക്ക്, സസ്കർ അല്ലേ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇതിൽ ഏതൊക്കെയുണ്ട്? കാരക്കോറം ഉണ്ട്, സസ്കറും ഉണ്ട്. അപ്പോൾ 1ഉം 3ഉമാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. 1ഉം 3ഉം. ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. 39ാമത്തെ ചോദ്യം, ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയായിരുന്നു മത്സരിച്ചത്? ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും അല്ലേ? ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ചതായിരിക്കാം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയായിരുന്നു. 41ാമത്തെ 2023 വയലാർ അവാർഡ് നേടിയതാരാ? ശ്രീകുമാരൻ തമ്പിയാണ്. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാ? നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് രാഹുൽ ഗാന്ധി. 43 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബ്രസീൽ അല്ലേ? ബ്രസീലാണ്. 44ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്? ഏതൊക്കെയാ? കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല അല്ലെ? കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. 45 കഥകളിയിലെ വേഷങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. കഥകളിയുടെ വേഷങ്ങൾ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ? 1 കത്തി, കരി, താടി, അതുപോലെ വേറെതാ പച്ച മിനുക്ക്. 1ഉം 3ഉം. ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ്. 46ാമത്തെ കളിക്കാരുടെ എണ്ണം 11ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്നതിൽ ഏതൊക്കെ കളിയിലാണ്? അതായത് ഏതൊക്കെ മത്സരങ്ങളിലാണ് 11 അംഗങ്ങൾ പങ്കെടുക്കുന്നത്? ഏതിലൊക്കെയാ? 1 ക്രിക്കറ്റിലും ഹോക്കിയിലും 11. വേറെ ഏതിലാണ് ഉള്ളത്? ഫുട്ബോളിലും 11. അപ്പോൾ 1ഉം 3ഉമാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉമാണ്. 47ാമത്തെ താഴെ പറയുന്നതിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി. വള്ളത്തോളിന്റെ കൃതികളാണ് ഏതൊക്കെ? ബദിരവിലാപം, ഋതുവിലാസം, കൊച്ചു സീത. 48ാമത്തെ താഴെ പറയുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? വഹിക്കാത്തത് ഹില്ലറി ക്ലിന്റനും ബരാക് ഒബാമ. ഹില്ലറി ക്ലിന്റൺ വഹിച്ചിട്ടില്ല, ബരാക് ഒബാമ വഹിച്ചിട്ടുണ്ട്. ജോർജ് ബൈഡൻ, ട്രംപും എന്തായിട്ടുണ്ട്? അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹില്ലറി ക്ലിന്റൺ 3 മാത്രം എന്നുള്ള ഓപ്ഷൻ കിട്ടണം അല്ലേ? ഓപ്ഷൻ സി ആണ് 3 മാത്രം. 49 ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ഓപ്ഷൻ എ ആണ് 75 രൂപയാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്? ഓപ്ഷൻ സി ആണ് സംവിധാൻ സദൻ എന്ന പേരിലാണ്. 51 ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഇസ്രായേലിൻ്റെതാണ്. 52 താഴെ പറയുന്നതിൽ ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ആരതാ? ആൻ ഫ്രാങ്ക് അല്ലെ? ആൻ ഫ്രാങ്കിന്റെ ജന്മദിനമാണ് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. 53 ആഹാര ശൃംഖലയിൽ 1ാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ആരാ? ഓപ്ഷൻ സി അല്ലെ? എപ്പോഴും എന്തായിരിക്കും? ഹരിത സസ്യങ്ങളായിരിക്കും. 54 ചന്ദ്രശങ്കര ഏതാ? ചന്ദ്രശങ്കര തെങ്ങാണ്. 55 പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഓപ്ഷൻ ഡി ആണ് കരളാണ്. 56 വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ബി അല്ലേ? ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. 57 താഴെ പറയുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാ ശരിയായത്? വന്യജീവി സങ്കേതമാണോ? നീലഗിരി അല്ല, ബയോസ്ഫിയർ റിസർവ് ആണ്. ദേശീയ പാർക്കാണ് സൈലന്റ് വാലി, ശരിയാണ്. കമ്മ്യൂണിറ്റി റിസർവ് അല്ല അഗസ്ത്യാർകൂടം, ബയോസ്ഫിയർ റിസർവ് അല്ല കടലുണ്ടി. അപ്പോൾ ഇത് 2 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. 58ാമത്തെ ചോദ്യം, ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ഓപ്ഷൻ ബി ആണ് ശാസ്ത്രജ്ഞർക്കാണ്. 59 ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കാനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാ? ഓപ്ഷൻ എ ആണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരമാണ്.
60ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ആസിഡിന്റെ പൊതുവായ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ആസിഡിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാ? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നുണ്ട്, നീലയാക്കുന്നുള്ള തെറ്റാണ്. pH മൂല്യം 7ൽ കുറവായിരിക്കും കേട്ടോ. pH മൂല്യം 7ൽ കുറവായിരിക്കും ഇത് ആസിഡിറ്റിയിൽ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം. 61ാമത്തെ ചോദ്യം, 2 സമതല ദർപ്പണങ്ങൾ 60 കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാ? ഓപ്ഷൻ സി ആണ് 5 എണ്ണമായിരിക്കും. ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 360/θ മൈനസ്, ഇത് കാണാൻ ഇക്വേഷൻ ആണ് ഇത്. 360/θ -1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 സമതല ദർപ്പണങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രതിബിംബങ്ങൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. 360/θ -1 ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 360/60 എത്ര കിട്ടും? 6 കിട്ടും അല്ലേ? 6 × 60 അല്ലേ 360 വരുന്നത്. അപ്പോൾ 6 -1 അപ്പോൾ 5. അപ്പോൾ ഓപ്ഷൻ സി 5 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 62ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആസാമിലാണ്. 63 ദോലന ചലനത്തിൽ പെടാത്തത് ഏതൊക്കെയാ? ആട്ടുകട്ടിലിൻ്റെ ചലനം ദോലന ചലനമാണ്. ഫാനിൻ്റെ ദലങ്ങളുടെ ചലനം തെറ്റാണ്. ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം എന്താണ്? ദോലന ചലനമാണ്. സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനമൊക്കെ എന്താ? വർത്തുളൊക്കെ ആയിട്ടും അല്ലേ? അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പെടാത്തതാണെങ്കിൽ 2ഉം 4ഉമാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉമാണ്. 64ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് ഓപ്ഷൻ എ ആണ് ഹെൻറി കാവൻഡിഷ് ആണ്. 65 ചന്ദ്രനിൽ അവസാനമായിട്ട് കാലുകുത്തിയ ആളാരാണ്? യൂജിൻ സെർണർ ആണ്. 66 ലോക ജലദിനം ഓപ്ഷൻ എ ആണ് മാർച്ച് 22 ആണ്. 67 ജലദോഷം ഉണ്ടാകുന്ന രോഗകാരി ഏതാ? വൈറസ് ആണ്. 68ാമത്തെ ചോദ്യം, ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഏതാ? ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാ? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് അല്ലെങ്കിൽ HIV ആണ്. 70ാമത്തെ ചോദ്യം, നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാ? ഓപ്ഷൻ സി ആണ് 120/80 mmHg ആണ്. 71 മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികളാണ് കാണുന്നത്? മനുഷ്യന്റെ അസ്ഥിയിൽ എത്രയാ? 206. കുഞ്ഞിന്റെ അസ്ഥി 300. 72 പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇനാമൽ ആണ്. 73 ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ എത്ര തവണ സ്പന്ദിച്ചിരിക്കും? എത്രയാ? ഓപ്ഷൻ എ ആണ് 72 തവണ. 74 പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് എംഫിസിമ. 75ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്ന ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് പൊണ്ണത്തടി ജീവിതശൈലി രോഗം, ഹൃദ്രോഗം ജീവിതശൈലിയാണ്. അതുപോലെ പ്രമേഹം എന്താണ്? ജീവിതശൈലി രോഗമാണ്. ഓപ്ഷൻ ഡി ടൈഫോയിഡ് അല്ലാത്ത രോഗമല്ലോ. 76 കേരള സർക്കാരിന് സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് എന്താ? മൃതസഞ്ജീവനി. 77 ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായിട്ടും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയാ? വരയാടിനെ അല്ലെ. 78 പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് ഹോർട്ടിക്കൾച്ചർ. 79 പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? ഓപ്ഷൻ ഡി ആണ് നെല്ലാണ്. ഓപ്ഷൻ ഡി നെല്ല്. 80ാമത്തെ ചോദ്യം, ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായിട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനം ഏതാ? ഓപ്ഷൻ സി ആണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി ആണ്. നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നായിട്ട് ഏകദേശം 240-240ഓളം ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞിട്ടോ.